പരിപാടി, അറിയാത്ത ഒരു പുതിയ പരിപാടി പരീക്ഷണമായിട്ടേ പിന്നെ ഗ്രാഫ്റ്റിംഗ് ആണ്. ഈ മാവ് പൂത്ത തൈ കൊണ്ടുവന്നിട്ട്, തൈയല്ല കമ്പ് കൊണ്ടുവന്നിട്ട് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് അറിയില്ലെങ്കിലും നമ്മൾ ഒന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ്. നാവിൻ്റെ കൊമ്പുകൾ ശേഖരിക്കുകയാണല്ലോ. ഇതിപ്പോൾ നമ്മൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പള്ളിയിലുള്ള ആ ഒരു മാവിൻ്റെ എടുക്കണം. ഇത് നമ്മൾ സന മനസ്സിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ 2 തൈയുണ്ട്. ഈ മാവുമ്മലാണ് നമ്മൾ ബഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മളൊരു ബഡ് ചെയ്യാനും വേണ്ടി എന്ത് ചെയ്യണത്, പിന്നെ എങ്ങനെ ഇത് ശേഖരിച്ച് വരുന്നത്. ഇത് മോർത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടായതിൻ്റെ ശേഷം ഉണ്ടാവില്ല എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഡേറ്റ് 9/12/2025 കേട്ടോ. കേടെത്തില്ല മോനെ. ഞാൻ സാന മൻസിലിനും പിന്നെ അതേമാതിരി നമ്മളെ ജമാഅത്ത് പള്ളിയിൽ നിന്നൊക്കെയാണ് മാവിൻ്റെ ഈ പിന്നെ കൊമ്പുകൾ ശേഖരിച്ചത് കേട്ടോ. ഇനി നമുക്ക് ബഡ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവനിലാണ് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. 2-3-4 വർഷമായിട്ടുണ്ട്. അപ്പോൾ അയിമ്മൽ ബഡ് ചെയ്യാൻ വേണ്ടി 3 തരം മാവിൻ്റെ കൊമ്പുകളാണ് കിട്ടിയത്. ബഡ് ചെയ്യണമെന്നും അറിയില്ല, യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. എങ്ങനെയാണ് ഒന്നും അറിയില്ല, യൂട്യൂബിൽ കണ്ടിട്ട് ബഡ് ചെയ്യാനാണ് വിചാരിച്ച് നിൽക്കുന്നത്. ഇത് പിന്നെ മാവല്ല കേട്ടോ. ഇപ്പോൾ 3 തരം മാവാണ്. ഇതൊരു ഒട്ടുമാവിൻ്റെ ഒരു കഷ്ണമാണ്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പള്ളിയിൽ അവിടുന്ന് എത്തിയ 2 കഷ്ണം ഒരു മാവിൻ്റെ കൊമ്പാണ്. ഇത് പിന്നെ നമ്മളെ ശാല മനസ്സിലുള്ള ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ആ നീണ്ടിട്ടുണ്ടാകുന്ന ഒരു മാവുണ്ടല്ലോ, അതിൻ്റെ മാവല്ല കേട്ടോ, മാങ്ങ നീണ്ടിട്ട് ഒരു മാങ്ങ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പിന്നെ കഷ്ണമാണ് കേട്ടോ. അറിയില്ല, ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഇലകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ശരിക്കും അറിഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ്റ്റിംഗ് അല്ല, പിന്നെ ഗ്രാഫ്റ്റിംഗ് ഫുള്ളായിട്ടില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുള്ളൊരു ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ 1 ഗ്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടുമാവിൻ്റെ ആണ്. നമുക്ക് നോക്കാം എത്ര ദിവസം കൊണ്ട് ഇത് വരുന്നുണ്ട്. ഈ കൊമ്പ് മുറിച്ച് മാറ്റിയിട്ട് ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത് മുളക്ക് നോക്കാം, ഇല വരും നോക്കാം നമുക്ക്. അടുത്തത് ഈ കമ്പും വെട്ടി മാറ്റി കേട്ടോ ഇവിടെ. അപ്പോൾ 3 കഴിഞ്ഞു. പക്ഷേ ഇതും ഒരേ നീണ്ട മാവാണ് കേട്ടോ. ഇത് വേറെ ഒട്ടുമാവ് എന്ന് പറയും. അപ്പം 3 കഴിഞ്ഞ് ഇനി 2 കൂടി ഉണ്ട്. ഇത് വേറൊരു പരീക്ഷണമാണ് കേട്ടോ. അതായത് പൂവ് ആയ മാവിൻ്റെ കമ്പ് കൊണ്ടുവന്നിട്ട് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പരീക്ഷണമാണ്. ഇതിൽ ഇലകൾ വരുമോ അതോ ഈ പൂവ് ഇനി റെഡി ആവുമോ എന്നുള്ളതൊക്കെ ഒരു പുതിയ പരീക്ഷണമാണ്. ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാണ്. ഏതായാലും നമുക്കിതിൻ്റെ ABCD അറിയില്ല. അപ്പോൾ 1 2 3 4 ഇതിൽ 3 ഐറ്റംസാണ് ഉള്ളത്. 1 ഈ ഐറ്റംസ് പേരറിയില്ല, 2 ഈ ഐറ്റംസ് പേരറിയില്ല, ഇത് ഒട്ടുമാവ് ഇതും പേരറിയില്ല.
പേരൊന്നും അറിയില്ല. ഈ 2 മാവിൻ്റെ കമ്പുകളും ഒരു ഐറ്റംസാണ് കേട്ടോ. നല്ല നീളമുള്ള ടൈപ്പ് മാങ്ങൻ്റെ ഐറ്റംസാണ് ഇത് 2. പിന്നെ ഇത് ഒട്ടുമാവ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ പേരറിയില്ല. പിന്നെ ഇതന്ന് നമ്മൾ കുഴിച്ചിട്ട ചെറിയ തൈ ഉണ്ടല്ലോ, കോവക്കൻ്റെ, അതാണ്. അപ്പോൾ ഇത്ര വലുപ്പമായി. ഇനിയിപ്പം സപ്പോട്ടമ്മൽ ഒരു ചെറിയ ഗ്രാഫ്റ്റിങ് നടത്താനുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഈ ചെറിയ മാങ്ങലാണ് പരീക്ഷണം നടത്തിയത് കേട്ടോ. ഇന്നിപ്പം ഡേറ്റ് 9-ാം തീയതി 9/12/2025. എത്ര ദിവസം കൊണ്ട് ഇത് വർക്കൗട്ട് ആകുമെന്നറിയില്ല, വിജയിക്കുമെന്നറിയില്ല. വല്ലതും വരുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇലകൾ വരുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതെന്തായാലും വരുന്ന യാതൊരു പ്രതീക്ഷയില്ല. ഇതൊരു പരീക്ഷണം പോലെയാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ഈ ഗ്രാഫ്റ്റിങ്ങിൽ. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ. ഞാനിതൊരു യൂട്യൂബിൽ ഒരു ഗ്രാഫ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചിരുന്നത്. ഞാനിത് ജസ്റ്റ് നമ്മുടെ മക്കൾക്കൊക്കെ കാണാനും വേണ്ടി ഒരു വീഡിയോ ആക്കി എടുക്കാനും വേണ്ടി ജസ്റ്റ് ആ സമയത്ത് എടുത്തൊരു വീഡിയോ പിന്നീട് ഞാൻ യൂട്യൂബിലേക്ക് ഇടുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ യൂട്യൂബിൽ ഇട്ടതാണ്. കാരണം അതുകൊണ്ടാണ് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിൽ അങ്ങനെ എടുത്ത് പറയുന്നത്. കാരണം നമ്മുടെ മക്കളൊക്കെ വലുതായി കഴിയുമ്പം ഓൾക്കൊക്കെ ഇതൊരു കാണുമ്പോൾ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ആയിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഇതിൽ ആ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പിൻ്റെ ഷെയ്ഡ് കാണിക്കാൻ പറ്റാഞ്ഞത്, മാങ്ങ ഏതാണ് എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് പറയാൻ സാധിക്കാതിരുന്നതും. അപ്പോൾ അതിൽ ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ഇതിൽ ഇലകൾ മുളച്ച് വന്നാൽ, തൈകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മാങ്ങ ഏതാണ് എന്നുള്ളതും അന്വേഷിച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതൊരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആണെന്ന് ഉദ്ദേശിച്ചിട്ട് കണ്ട ആളുകളുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. താങ്ക് യു.